അനുവദിച്ചു തന്ന മാസമാണ് ശഅബാൻ. ദുൽഹജ്ജ് റിസാലത്തിന്റെ കയ്യൊപ്പോടെ നമുക്ക് ഇബാദത്തിന് വേണ്ടി നിശ്ചയിച്ചു തന്ന മാസമാണ്. മുഹറം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ഇബാദത്തിന് വേണ്ടി അള്ളാന്റെ റസൂൽ അനുവദിച്ചു തന്ന മാസമാണ് മുഹറം. ചോദിക്കട്ടെ, ഞാൻ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ മാസവും ഇസ്ലാമിക ശരീഅത്തും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഏത് കാര്യത്തിലുള്ള ബന്ധമാണുള്ളത്? മുഹമ്മദി റിസാലത്തിന്റെ കയ്യൊപ്പോടെ റബീഉൽ അവ്വൽ എന്ന ഒരു മാസത്തിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇബാദത്തിന് ഏതെങ്കിലും ഒരു പ്രോത്സാഹനം മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ഖുലഫാഉർ റാഷിദ തന്നിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദയ്ക്ക് ശേഷം സഹാബത്ത് തന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് താബിഈങ്ങൾ തന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് തബഉ താബിഈങ്ങൾ തന്നിട്ടുണ്ടോ? റബീഉൽ അവ്വൽ മാസം 1-ാം നൂറ്റാണ്ടുകാർ ചർച്ച ചെയ്തില്ല. റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഇബാദത്തും 1-ാം നൂറ്റാണ്ടിൽ നടന്നില്ല, 2-ാം നൂറ്റാണ്ടിൽ നടന്നില്ല, 3-ാം നൂറ്റാണ്ടിൽ നടന്നില്ല, 4-ാം നൂറ്റാണ്ടിൽ നടന്നില്ല, 5-ാം നൂറ്റാണ്ടിൽ നടന്നില്ല. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി 500 കൊല്ലം കഴിയുമ്പോഴും റബീഉൽ അവ്വൽ മാസം എന്ന പേരിൽ ഒരു ഇബാദത്ത് ഈ ലോകത്ത് നടന്നിട്ടില്ല, ഒരാചാരം ഈ ലോകത്ത് നടന്നിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം വന്നത്? അതെ, വലിൽ മുത്തല്ലഖാത്തി മതാഉം ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശരീഅത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു വ്യവസ്ഥ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് പറഞ്ഞ നാം അതേ സ്ഥാനത്ത് കാണുന്ന ആരെയാണ്? 6-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച ഭരണാധികാരിയാണ് മുളഫർ രാജാവ്. മുളഫർ രാജാവിൻ ഇസ്ലാമിന്റെ ആരുമല്ല, ഇമാമല്ല, ഷെയ്ഖല്ല, മുഹദ്ദിസല്ല, മുഹക്കിക്കല്ല, സാധാരണക്കാരായ ജനത്തിന്റെ വികാരത്തെ ചൂഷണം ചെയ്ത് വിശ്വാസക്കുറവിനെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്ത് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി മാത്രമാണ് മുളഫർ രാജാവ്. ആ മുളഫർ രാജാവ് അദ്ദേഹത്തിന്റെ മനസ്സില് സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ഒരു ആശയമാണ് റബീഉൽ അവ്വൽ മാസവുമായിട്ട് പരിണമിച്ചത്. എന്താണ് അയാൾ ചെയ്തത്? ഒരു റബീഉൽ അവ്വൽ മാസത്തില് നാട്ടിലെ പണ്ഡിതന്മാരെ മുഴുവനും കൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി, നാട്ടിലെ പ്രമാണിമാരെ മുഴുവനും വിളിച്ചുകൂട്ടി, നാട്ടിലെ സാധാരണക്കാരനെ വിളിച്ചുകൂട്ടി, ആയിരക്കണക്കിന് ആട്ടിനെ അറുത്ത് ഭക്ഷണമുണ്ടാക്കി, നല്ല നല്ല കവികളെ വിളിച്ചുകൂട്ടി, വലിയ വലിയ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി, കൊട്ടാരത്തിന്റെ ആസ്വാദനകരമായ ഒരു ദിവസം എല്ലാവരെ കൊണ്ടും പാട്ടുപാടിപ്പിച്ചു, പലരെ കൊണ്ടും പ്രസംഗിപ്പിച്ചു, പലരെ കൊണ്ടും റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയിപ്പിച്ചു, പലരെ കൊണ്ടും സ്വലാത്ത് ചൊല്ലിപ്പിച്ചു, എല്ലാരെ കൊണ്ടും ബിരിയാണി തീറ്റിച്ചു, എല്ലാരെ കൊണ്ടും കോഴി തീറ്റിച്ചു. ഇബ്നു ഹജർ തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്, ആഘോഷത്തിന്റെ പൊലിമ. ഈ രീതിയിൽ സമൂഹത്തിനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നവരെ പ്രേരിപ്പിച്ചത് അന്ന് സുപ്രീം കോടതി യോഗ്യ പോലത്തെ ഒരു ആയത്താണ്. സൂറത്ത് യൂനുസിൽ ഒരു ആയത്ത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതേപോലത്തെ ആയത്ത്. എന്താണ് ആയത്തിന് നിൽക്കുന്നതിന് അർത്ഥം? ഖുൽ, പറയൂ നബിയെ നിങ്ങൾ ജനങ്ങളുടെ ഉമ്മത്തിനോട്, ബിഫളില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും, ഫൽയഫ്റഹു നിങ്ങൾ റാഹത്താവണം, സന്തോഷവാന്മാരാകണം, നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്ന സകല സമ്പാദ്യങ്ങളെക്കാളും അത് ഖൈറാൻ എന്ന ഈ ആയത്തിന് മുളഫർ രാജാവിന്റെ കൊട്ടാര പണ്ഡിതന്മാര് അതിനു മുമ്പുള്ള 4-ാം നൂറ്റാണ്ടുകാര് കണ്ടിട്ടില്ലാത്ത, 3-ാം നൂറ്റാണ്ടുകാര് വെച്ചിട്ടില്ലാത്ത, 2-ാം നൂറ്റാണ്ടുകാര് വെച്ചിട്ടില്ലാത്ത, 1-ാം നൂറ്റാണ്ടുകാര് വെച്ചിട്ടില്ലാത്ത, തബഉ താബിഈങ്ങൾ വെച്ചിട്ടില്ലാത്ത, താബിഈങ്ങൾ വെച്ചിട്ടില്ലാത്ത, സഹാബാക്കൾ വെച്ചിട്ടില്ലാത്ത, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് വെച്ചിട്ടില്ലാത്ത അർത്ഥം. എന്താണ് അർത്ഥം? ആ പറഞ്ഞ ആയത്ത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത്. ആ നബി തങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ആ ആയത്ത് വെച്ചുകൊണ്ടാണ് റബീഉൽ അവ്വൽ ആഘോഷം സംഘടിപ്പിച്ചത് മുളഫർ രാജാവ്. ഈ ആയത്ത് യൂനുസ് സൂറത്തിലെ 59-ാമത്തെ ആയത്താണ്. 58-ാമത്തെ ആയത്തും കൂടി വായിച്ചാൽ ഈ ആയത്ത് ഖുർആൻ ഷരീഫിനെ സംബന്ധിച്ചും ഇസ്ലാം ദീനിനെ സംബന്ധിച്ചുമാണെന്ന് വിശദമാക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ മുൻപിൻ ബാക്കികൾ അടർത്തി മാറ്റി ആയത്ത് മാത്രം എടുത്ത് സാധാരണക്കാരന്റെ മുമ്പിൽ വെച്ചു കൊടുത്തപ്പോൾ ഖുർആൻ പറഞ്ഞല്ലേ നബിദിനാഘോഷം നടത്താൻ, ഖുർആൻ പറഞ്ഞല്ലേ മുട്ടായി വിതരണം, ഖുർആൻ പറഞ്ഞല്ലേ പച്ചത്തോരണം കെട്ടാൻ,
ഖുർആൻ പറഞ്ഞല്ലേ റോട്ടുമണി മൈക്ക് കെട്ടിയിട്ട് സിസ്കോ ഡാൻസ് നടത്താൻ, ഖുർആൻ പറഞ്ഞല്ലേ മുള കെട്ടിയിട്ട് തൂണ് കെട്ടിയിട്ട് മാല കെട്ടാൻ, ഖുർആൻ പറഞ്ഞല്ലേ ബിരിയാണി വെക്കാൻ. അതെ, മുളഫർ രാജാവ് തന്റെ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ ചെയ്ത ആയത്തിന്റെ ദുർവ്യാഖ്യാനം റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്തതും സുപ്രീം കോടതി ചെയ്തതും തമ്മിൽ നമുക്ക് എന്താണ് വ്യത്യാസം? സുപ്രീം കോടതി